ഹായ് ഓൾ. അപ്പം ഇന്നത്തെ മാർക്കറ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇന്നപ്പം നമുക്ക് ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിലും മാർക്കറ്റ് അപ്സൈഡ് തന്നെയാണ് പോയത്. ഓക്കെ, ആ നെഗറ്റീവ് ന്യൂസിനെ ഒന്നും വകവെക്കാതെ മാർക്കറ്റ് അപ്സൈഡ് തന്നെ പോയി. ഓക്കെ, അപ്പം ഞാനിന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിലും എടുത്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിലാണ് ഞാൻ ഇന്ന് ട്രേഡ് എടുത്തത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കോൾ ഓപ്ഷനാണ് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞേക്കുന്ന പോലെ ഇന്നലത്തെ നമ്മുടെ ആ ഒരു ലോവർ ലിക്വിഡിറ്റി ലെവൽ സ്വീപ്പ് ആയതിനു ശേഷം ഞാനൊരു അപ്സൈഡിലോട്ട് ഒരു സി എൻട്രിയാണ് എടുത്തത്. ഓക്കെ, അപ്സൈഡിലോട്ട് സി എൻട്രി ആണ്. പക്ഷേ നല്ലപോലെ മൊമെൻറ്റം വന്നു. പക്ഷേ നമ്മൾ ക്യാപ്ചർ ചെയ്തേക്കുന്ന ഒരു 1:3 ആ ഒരു റിസ്ക് റിവാർഡിൽ നമ്മൾ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. രണ്ടാമത്തത് നമ്മളൊരു സെയിം കോൾ എൻട്രി തന്നെ എടുത്തു. ടാർഗറ്റ് ഹിറ്റായി. ഓക്കെ, ആദ്യത്തെ ട്രേഡിൻ്റെ സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ ലോസ് റിക്കവർ ആയിട്ട് പ്രോഫിറ്റ് തന്നെയാണ് നമ്മൾ എക്സിറ്റ് അടിച്ചത്. ഓക്കെ, നിയർലി ഒരു 22,000 റുപ്പീസ് പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, നാളത്തെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എന്ന് പറയുന്നത്, അപ്പം ഇത് നമുക്ക് പ്രീവിയസ്ലി മാർക്ക് ചെയ്തതാണ്. അപ്പം നാളത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? 24,472 എന്ന് പറയുന്നത് നാളെ നമുക്ക് നിഫ്റ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഏതാണ്? 24,212 മാർക്കറ്റിൽ നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് നമുക്ക് വരും. അതായത് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് നാളെ നോക്കാം. നമുക്ക് വേറെ ടൈം ഫ്രെയിം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഡേ ഹൈ ഡേ ലോ തന്നെയാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തേക്കുന്നത് അല്ലേ? ഡേ ഹൈ ഡേ ലോ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. വേറെ ലെവൽസ് ഒന്നും വന്നിട്ടില്ലല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. നാളെ നമുക്കിപ്പോൾ ഇൻ കേസ് നമുക്ക് ഇതൊരു കൗണ്ടർ ട്രേഡായിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ ഈ വരച്ചേക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ ഡൗൺ സൈഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്പ് സൈഡിലോട്ടൊരു എൻട്രി എടുക്കാം. ഓക്കെ, അപ്പം നാളെ മാർക്കറ്റ് ഇൻ കേസ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റ് ഇവിടുന്ന് ഒന്ന് ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഹൈ കട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്കൊരു പുട്ട് എൻട്രി നോക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഇവിടുന്ന് നമുക്കൊരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട് നമുക്കിവിടെ ഒരു കോൾ എൻട്രി തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ വരുന്ന ഇവിടുന്ന് മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ല, ഒരു കൗണ്ടർ ട്രേഡ് പോലെ നോക്കാം. ഇൻ കേസ് ചെറിയൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് പ്ലസ് ഒരു ചെറുത് ഡൗൺ സൈഡ് വരുവാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു കോൾ എൻട്രി ആയിരിക്കും ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിൽ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. ഓക്കെ, അപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലത്തെ നമ്മൾ ആ ഒരു പ്രീവിയസ് വരച്ചേക്കുന്ന ആ ലൈൻസ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്തേക്കാം. അതിൻ്റെ ആവശ്യം നമുക്കിനിയില്ല. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് ലൈൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഒരു ഡേ ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ ഓക്കെ, ഡേ ഹൈ ഡേ ലോ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. വേറെ ഒരു 2 hours ഉണ്ട്, 1 hour. ഓക്കെ, 1 hour ടൈം ഫ്രെയിമിലും നമുക്ക് ഇവിടുന്ന് ഒരു കൗണ്ടർ ട്രേഡ് പോലെ നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നേ ഉള്ളൂ. 15 minutes നോക്കി കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സെയിം നമ്മുടെ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഞാനിപ്പോൾ ഒരു സെയിം ആ ഒരു രീതി തന്നെയാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട്, ഓക്കെ, ഇത് നമുക്ക് ആക്ച്വലി വരയ്ക്കാം. പക്ഷേ വേണ്ട, നമുക്ക് കുറച്ചുകൂടെ നല്ലപോലെ നമുക്ക് ഈ ഒരു ലെവൽസ് വരയ്ക്കാം. എന്നിട്ട് ഓക്കെ, ഇത് നമുക്കൊരു ട്രെൻഡ് ലൈനായിട്ട് എടുക്കാം. എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ഒരു ട്രെൻഡ് ലൈൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ ഓക്കെ, ക്യാൻഡിൽ പക്ഷേ സസ്റ്റെയിൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വേണ്ട, നമുക്ക് ഈ ഒരു ലെവൽ തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഞാനപ്പോൾ ഈ ചാനൽ നോക്കിയൊന്നും ഞാൻ എൻട്രി കാര്യങ്ങളൊന്നും എടുക്കാറില്ല. ഓക്കെ, ഈ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പുട്ട് എൻട്രി കാര്യങ്ങളൊന്നും എടുക്കാറില്ല. ഓക്കെ, നമ്മുടെ പ്രൈസ് ആക്ഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ലെവലിൽ നമ്മൾ എൻട്രി കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഒരു കോൾ എൻട്രി ആയിരിക്കും, ഒരു അഗ്രസീവ് കോൾ എൻട്രി ആയിരിക്കും എടുക്കുന്നത്. പിന്നെ ഇത് നമ്മളൊരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയൊരു കൗണ്ടർ ട്രേഡ് പോലെ നമ്മളൊരു സി എൻട്രി തന്നെ എടുക്കും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഇതിന് എബോവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ഒരു പ്രൈസ് ആക്ഷനോ കാര്യങ്ങളോ നോക്കിയിട്ട് ഒരു കോൾ അല്ലെങ്കിൽ പുട്ട് എൻട്രി ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പം ഇൻ കേസ് ഇപ്പം 5830 താഴെയാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ലെവലിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് സ്വീപ്പ് ചെയ്തതിന് ശേഷം അവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഒരു പുട്ട് എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, പി എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ, അപ്പം ഈ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് എൻ്റെ ബയോയിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ,
അപ്പം മാക്സിമം ഈ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം ഒന്ന് ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് വരുന്നത് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽസ് വരുവാണെങ്കിൽ നമുക്ക് ട്രേഡ് കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.